ഇത് എൻ്റെ കഥയാണ്. അല്ല, എനിക്കായി ആരോ കരുതി വെച്ച കഥ. ഒരു പക്ഷേ ഈ പേര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം. അതിനാൽ ഞാൻ ആദ്യമേ ചേർക്കട്ടെ, ഇത് പ്രണയത്തിൻ്റെയോ പ്രണയനൈരാശ്യത്തിൻ്റെയോ കഥയല്ല. കേട്ട് മറന്നൊരു സൗഹൃദച്ചെപ്പിൻ്റെ ഓർമ്മക്കുറിപ്പുകളുമല്ല. സത്യത്തിൽ എനിക്ക് തന്നെ നിർവചിക്കാൻ കഴിയാത്ത എൻ്റെ ജീവിതത്തിലെ കുറച്ച് ഏടുകൾ. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, കരയിലെ മൺകൊട്ടാരങ്ങളെ തല്ലി തകർക്കുന്ന തിരമാലകളോട് കാരണം ചോദിക്കും പോലെ ഞാനറിയാതെ എൻ്റെ തൂലികയും ചലിക്കുന്നു. അവളെക്കുറിച്ച്, എൻ്റെ വെളുത്ത പനിനീർപ്പൂവിനെക്കുറിച്ച്. ഡോക്ടർ ചെറിയാൻ സുദേവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്. ഓക്കെ, ഐ എം എ ബിഗ് ഫാൻ. ഫേസ്ബുക്ക്, ബ്ലോഗ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. ഓ, താങ്ക് യു. ഞാൻ സുദേവിനെ ബോറടിപ്പിക്കുന്നില്ലല്ലോ അല്ലേ? ഡോക്ടർ ചെറിയാൻ താങ്കളെ ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു. ചെറിയാൻ റിപ്പോർട്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. സുദേവിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ആരും ഇവിടെ ഇല്ലേ? അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ നാട്ടിലാണ്. പിന്നെ ഫ്രണ്ട്സ്. എന്താ ഡോക്ടർ, എന്താണല്ലോ എന്നോട് ഡിസ്കസ് ചെയ്യാം? എനിത്തിങ് ടു വറി? ഹേയ്, നോട്ട് അറ്റ് ഓൾ. പാൻക്രിയാസിൻ്റെ ബയോപ്സിയിൽ ഒരു ചെറിയ കൺസേൺ. നത്തിങ് സീരിയസ്. റിപ്പോർട്ട്സ് കണ്ടിട്ട് പ്രൈമറി സ്റ്റേജ് ആണെന്ന് തോന്നുന്നു. പേടിക്കേണ്ടതില്ലെന്നേ. വായത്തിന് വേറെ എവിടേക്കും സ്പ്രെഡ് ആയിട്ടില്ല. യു മീൻ ക്യാൻസർ? അൺഫോർച്ചുനേറ്റ്ലി യെസ്. നമുക്ക് വേഗം ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. ലെറ്റ് us hope for the best. പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഓ ക്യാൻസർ, മൈ പ്രേയേഴ്സ് ആർ വിത്ത് യു. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് ദിവസം നാട്ടിലേക്ക് പോയി നിൽക്കും. ഇനി ചിലപ്പോൾ അത് പറ്റിയില്ലെങ്കിലും ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആണ്. നല്ല വിൽ പവർ ആണ്. എനിക്കറിയാവുന്ന നല്ലൊരു ലോയറുണ്ട്. പ്രോപ്പർട്ടിയും ബുക്സിൻ്റെ റൈറ്റ്സും എല്ലാം പുള്ളി മാനേജ് ചെയ്യും. ഈ ഏജിൽ ക്യാൻസർ എല്ലാം ലൈഫ് സ്റ്റൈൽ പ്രോബ്ലമാണ്. കേരളത്തിൽ നല്ല പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? I am a solitary hiker, lost, without his map and compass, walking down the final lobe, where only the chillness of wind away. ആശ്വാസവാക്കുകൾക്കിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വേദനയ്ക്കും സൂചിമുനയ്ക്കുമിടയിൽ ആശുപത്രി കിടക്കയിലെ എൻ്റെ മരണമാണ്. പക്ഷേ വിധിക്കായി കാത്തിരിക്കാൻ അപ്പോൾ എനിക്ക് തോന്നിയില്ല.
ഹലോ. ഹലോ സുധീർ സർ. അതെ, നിങ്ങൾ ആരാണ്? സർ, ഈ രാത്രിയിൽ വിളിക്കുന്നത് ശരിയല്ലെന്നറിയാം. പക്ഷേ സാറിൻ്റെ പുതിയ കവിത കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു അസ്വസ്ഥത. ഉഫ്. ഹലോ. സർ, ഒരു നിമിഷം. സാറിൻ്റെ ഇന്നത്തെ കവിതയിൽ മരണം വല്ലാതെ നീളിച്ചിരിക്കുന്നു. ഇസ് എവറിത്തിങ് ഓക്കെ? മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ജീവിതം എന്ന അല്പനിമിഷം മരണത്തെക്കുറിച്ച് ചിന്തിച്ച പിന്നെ ജീവിക്കാൻ എപ്പോഴാണ് സർ സി, സമയം? ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിന് പറ്റിയ മൂഡിലല്ല ഞാനിപ്പോൾ. മരണം എനിക്ക് വലിയൊരു യാഥാർത്ഥ്യമാണ്. യു നോ സംതിങ്, ഐ ആം ഡൈയിങ് ഓഫ് ക്യാൻസർ. ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് ഇറ്റ്. നിങ്ങൾ സാറ് പറഞ്ഞത് സത്യമാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യം എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. യെസ്, ഏത് സ്റ്റേജ്? പ്രൈമറി സ്റ്റേജ്. എന്നാ പറഞ്ഞത്? അതിനാണോ മാഷ ഇത്ര മെലോ ഡ്രാമ? മാഷ് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വെന്റിലേറ്ററിലോ മറ്റോ കിടക്കുവാന്ന്. ഇത് നിങ്ങൾക്കിത് തമാശയായിരിക്കാം. പിന്നല്ലാതെ ട്രീറ്റ്മെന്റ്സും മെഡിസിനൊക്കെ അഡ്വാൻസ് ആയ കാലത്ത് ഇത്ര ഓവർ റിയാക്ഷൻ കാണിച്ച ആരാ മാഷെ ചിരിച്ചു പോവാത്തെ? ഒരു കാര്യം ചെയ്യും, മാഷ് ഇപ്പൊ ഒന്നും ആലോചിക്കേണ്ട, നല്ല സുഖമായി കിടന്നോളൂ. നാളെ ആകുമ്പോൾ മാഷും ചിരിച്ചു തുടങ്ങും. അന്ന് അവൾ അറിഞ്ഞിരുന്നില്ല, അവളുടെ ആ കോൾ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ ജീവിതം തന്നെയാണ്. The red rose whispers of passion, and the white rose breathes of love. Oh, the red rose is a falcon, and the white rose is a dove. But I sent you a cream white rosebud with a flush on its petal tips for the love that is purest and sweetest. Wow, beautiful lines. അയച്ചു തന്ന പൂക്കൾ പോലെ. ഓ, താങ്ക് യു. പണ്ടെങ്ങോ വായിച്ച വരികളാണ്. ഈ കാർഡിലെങ്കിലും തൻ്റെ പേര് വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. What's in a name? A rose by any other name would smell as sweet. എന്നല്ലേ ഷേക്സ്പിയർ പറഞ്ഞത്? ഷേക്സ്പിയർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്റ്റൈലൊരു പേര് വിളിക്കട്ടെ? ആകാശമിട്ടായെന്നോ സാറാമെന്നൊന്നും അല്ലല്ലോ. അല്ല, വൈറ്റ് റോസ്, വെളുത്ത പനിനിരപ്പൂവ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏടുകളിൽ വർണ്ണങ്ങൾ 1000 നിറഞ്ഞ നാളുകളായിരുന്നു അത്. രോഗം കൊണ്ടുവന്ന വേദനയ്ക്കും ശൂന്യതയ്ക്കും മറുമരുന്നായിരുന്നു അവളുടെ ഓരോ കോളുകളും. ചിലപ്പോൾ തോന്നും, മരുന്നിൻ്റെ മണം നിറഞ്ഞെൻ്റെ മുറിയിലേക്ക് ഒരു പനിനീർ പൂവിൻ്റെ നനുത്ത മണം പടരുന്നുണ്ടോ എന്ന്. ഒരു സങ്കീർത്തനം പോലെ ഇന്നീ മഴ എന്നിൽ കുളിരേകിടുന്നു, ഒരു താരാഗണം പോലെ തൂമിന്നൽ മിഴിവേകിടുന്നു.
ഹലോ, ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു. മാഷ് പറഞ്ഞ പുസ്തകം വായിച്ചോന്നറിയാനല്ലേ അപ്പൊ തന്നെ വായിച്ചു തീർത്തു. ഇവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ എത്ര തുച്ഛമാണെന്നാ തോന്നുന്നേ. കൊള്ളാം, താ ഫിലോസഫിയൊക്കെ പറഞ്ഞു തുടങ്ങിയോ? അയ്യോ ഇല്ല, മാഷ് തന്നെ ആസ്ഥാന കവി. ആട്ടെ, ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? ഫിറ്റ് ആസ് എ ഫിഡിൽ. രോഗം മാറിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഡോക്ടർ അങ്ങ് എടുത്തു. പിന്നല്ലാതെ വേറെ ആർക്കാ ക്രെഡിറ്റ്? തനിക്ക്, തൻ്റെ കോളുകൾക്ക്, തൻ്റെ സപ്പോർട്ടിന്. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തനിക്കൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ട്. എൻ്റെ ആശുപത്രി ഓർമ്മകൾ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് കോപ്പി തനിക്ക് തരണമെന്നാണ്. ഓ മൈ ലക്കി ഡേ. പക്ഷേ അത് ഞാൻ എങ്ങനെ എത്തിച്ചു തരും? ഇനിയെങ്കിലും വെളിച്ചത്തേക്ക് വന്നൂടെ? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വിഷയം മാറ്റാതെ. ശരി, അഡ്രസ്സ് ഞാൻ മെസ്സേജ് ചെയ്യാം. പക്ഷെ എനിക്കൊരു വാക്ക് തരണം, ഒരിക്കലും എന്നെ തേടി വരില്ല എന്ന്. അതെന്താ? ഒന്നുമില്ല, കണ്ടുമുട്ടിയാൽ പിന്നെ ഈ സൗഹൃദത്തിന്റെ മാസ്മരികത നഷ്ടമാകും. നാം എല്ലാം വെറും മനുഷ്യരാന്ന് തിരിച്ചറിവാകും. അത് വേണ്ട. തന്നെ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആ, സമ്മതിച്ചു. വാക്കാണോ? വാക്ക്. പക്ഷെ ആ വാക്കെനിക്ക് തെറ്റിക്കേണ്ടി വന്നു. പതിവ് പോലെ അവളുടെ കോളുകൾ വരാതിരുന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു അവ എത്ര വിലപ്പെട്ടതായിരുന്നുവെന്ന്. ഒഴുകുന്നൊരു പുഴ പോൽ എൻ മനം അകലത്തെ കടലിൻ ഓർമ്മയിൽ. ഒഴുകുന്നൊരു പുഴ പോൽ എൻ മനം അകലത്തെ കടലിൻ ഓർമ്മയിൽ. പിന്നിട്ട വഴിത്താരയിലേതോ കാണാതൊരു മിഴിതൻ നേർമയിൽ. പിന്നിട്ട വഴിത്താരയിലേതോ കാണാതൊരു മിഴിതൻ നേർമയിൽ. ഒഴുകുന്നൊരു പുഴ പോൽ എൻ മനം അകലത്തെ കടലിൻ ഓർമ്മയിൽ. ഒഴുകുന്നൊരു പുഴ പോൽ എൻ മനം അകലത്തെ കടലിൻ ഓർമ്മയിൽ. ജാലകച്ചില്ലിൽ നിറമേകുന്നൊരു സൂര്യനെപ്പോ മറവിയിലമർന്ന നിൻ സ്വരലയങ്ങൾ കാതിലെന്നും. ജാലകച്ചില്ലിൽ നിറമേകുന്നൊരു സൂര്യനെപ്പോ മറവിയിലമർന്ന നിൻ സ്വരലയങ്ങൾ കാതിലെന്നും. മാനം കാണാതെ കാത്തുവച്ചോരു മയിൽ പീലി പോലെന്നും നീ. മാനം കാണാതെ കാത്തുവച്ചോരു മയിൽ പീലി പോലെന്നും നീ. ഉണർവേഗം രാഗം നീ, ഉണർവേഗം രാഗം നീ, ഉണർവേഗം രാഗം നീ, ഉണർവേഗം രാഗം നീ. അവൾ പറയുമായിരുന്നു, ഒരു മെഴുകുതിരിയുടെ വെളിച്ചം അറിയണമെങ്കിൽ അതില്ലാതാകുമ്പോഴുള്ള ഇരുട്ടിൻ്റെ തീവ്രത അറിയണം. ദുഃഖത്തിൻ്റെ അർത്ഥമില്ലായ്മ അറിയണമെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന സന്തോഷത്തിൻ്റെ ആഴമറിയണം. അന്ന് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല.
കണ്ടുമുട്ടും നാം ഇന്നീ യാത്രയിൽ കാലചക്രത്തിൻ വീതിയിൽ. കണ്ടുമുട്ടും നാം ഇന്നീ യാത്രയിൽ ഈ പ്രപഞ്ചത്തിൻ നീണമായി. ഇന്നേക്ക് ഞാനെന്ന സഞ്ചാരി, ഇന്നേക്ക് ഞാനെന്ന സഞ്ചാരി, ഇന്നേക്ക് ഞാനെന്ന സഞ്ചാരി. ഛേ, ആ ചേട്ടാ, അവിടെ ആരുമില്ല. ഇത് വാടക വീടല്ലേ. ബോഡി അവർ നേരത്തെ നാട്ടിലേക്ക് കൊണ്ടുപോയി. കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഈ വീട്ടിലെ കുട്ടി പാവം, ഒരുപാട് വേദന സഹിച്ചു. ക്യാൻസർ ആയിരുന്നു. ആ എന്തു പറയാനാ, അല്ലേലും ദൈവം നല്ല ആൾക്കാരെ നേരത്തെ വിളിക്കും. അല്ല, നിങ്ങൾ ആരായിരുന്നു? അവൾ എൻ്റെ ആരായിരുന്നു? അവൾ മരിച്ചെന്ന യാഥാർത്ഥ്യത്തെക്കാൾ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയത് അവൾ എൻ്റെ ആരായിരുന്നു എന്ന ചോദ്യമാണ്. കൺമുന്നിൽ വരാത്തവർ ഒരിക്കലും കാണാമറയത്തേക്ക് പോകില്ല എന്നുറപ്പാണ്. എന്നാൽ ഞങ്ങളുടെ ബന്ധം നിർവചനങ്ങൾക്കും അപ്പുറമായിരുന്നു. അതൊരിക്കലും സൗഹൃദത്തിൻ്റെ അതിർവരമ്പുകളിൽ നിൽക്കുന്നതായിരുന്നില്ല. അവയിലൊരിക്കലും പ്രണയത്തിൻ്റെ കടും നിറങ്ങൾ വീണിട്ടില്ല. ജീവിതയാത്രയിൽ കുറച്ചു നേരം ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ച രണ്ട് യാത്രികർ. അവളുടെ യാത്ര എവിടെയോ അവസാനിച്ചു. അവൾ ഇറങ്ങി. യാത്രയുടെ ചില നല്ല ഓർമ്മകൾ ബാക്കി വെച്ച് ആശയുടെ ജ്വാല എന്നിൽ തെളിച്ചുകൊണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ചില കാൽപ്പാടുകളായിരിക്കാം.